ആലുവയിൽ സംഘം തിരിഞ്ഞുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾക്ക് വെട്ടേറ്റു. ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു സംഘർഷം. കോഴിക്കോട് സ്വദേശി മുരളിക്കാണ് വെട്ടേറ്റത്. അക്രമത്തിൽ ഇടുക്കി സ്വദേശിയായ ടിൻഡോ, തമിഴ്നാട് സ്വദേശിയായ യുവതി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 സ്ത്രീകൾ തമ്മിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വിവരങ്ങളുമായി അല്ലമീൻ ചേരുന്നുണ്ട്. അല്ലമീൻ, ഈ സംഘർഷം ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ ഈ സംഘർഷത്തിന്റെ കാരണം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ വെട്ടേറ്റ ആളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? റോഷ്നി, ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള പാർക്കിംഗ്, ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ഇത്തരമൊരു സംഘർഷവും ഏറ്റുമുട്ടലും ഉണ്ടായത്. 4 അംഗ സംഘമാണ് തർക്കത്തിലേക്ക് പോയതും വാക്കുതർക്കത്തിലേക്ക് പോയതും പിന്നീട് സംഘർഷത്തിലേക്കും വെട്ടിലേക്കും ഒക്കെ നീങ്ങിയത്. പോലീസ് പറയുന്നത് ഈ പ്രദേശത്ത്, ഈ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയ കേന്ദ്രീകരിച്ച് പല സംഘങ്ങൾ ലഹരി ഉപയോഗിക്കുന്നത് പതിവാണ് എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ 4 അംഗ സംഘം, ഇപ്പോൾ സംഘർഷത്തിലേർപ്പെട്ട 4 അംഗ സംഘവും ലഹരി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 2 സ്ത്രീകൾ തമ്മിൽ ആദ്യം വാക്കുതർക്കം ഉണ്ടാകുന്നു. പിന്നീട് അവർ തമ്മിൽ ഏറ്റുമുട്ടുകയും സംഘർഷം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനിടെയാണ് കോഴിക്കോട് സ്വദേശിയായ മുരളിയും ഇടുക്കി സ്വദേശിയായ ടിൻഡോയും ഇവർ ഈ വിഷയം ഏറ്റുപിടിക്കുകയും പിന്നീട് ഇവർ വാക്കേറ്റത്തിലേക്ക് പോവുകയും കയ്യാങ്കളിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. പിന്നീടാണ് കോഴിക്കോട് സ്വദേശി മുരളിക്ക് വെട്ടേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മുരളിക്ക് മുതുകിനും കൈക്കുമാണ് വെട്ടേറ്റത്. ഇടുക്കി സ്വദേശിയായ ടിൻഡോ ഓടിച്ചിട്ട് വെട്ടുകയായിരുന്നു മുരളിയെ. ഇയാളെ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യാവസ്ഥ ഗുരുതരമായ സാഹചര്യം ഇല്ല എന്നുള്ളതാണ്, ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ വെട്ടിയതുമായി ബന്ധപ്പെട്ട് ഇടുക്കി സ്വദേശി ടിൻഡോയെയും ഒപ്പമുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആലുവ ഈസ്റ്റ് പോലീസാണ് അവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു സംഘർഷം ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായത്. ശരിയല്ല മീൻ.